മുത്തൂട്ടൻ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ഓസ്ട്രേലിയയിൽ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഈ ഒരു മാസം ഫുള്ള്, ആക്ച്വലി കഴിഞ്ഞ ഒരു മാസം തൊട്ടേ നിറയെ ഡെക്കറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറേ വീടുകളൊക്കെ ഇങ്ങനെ പ്രത്യേകമായിട്ട് നിറയെ അലങ്കരിക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ആ ഒരു സ്ട്രീറ്റിൻ്റെ കോർണറിൽ 2 വീട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും കാറിൽ കാണുമ്പോൾ മുത്തൂട്ടിനത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഞങ്ങൾ കാറിൽ പോകുമ്പോൾ. അപ്പം ജസ്റ്റ് നടന്നു വരാനുള്ള ദൂരമാണ്, നമുക്ക് അപ്പുറം ഇപ്പുറം. ഞങ്ങൾ ജസ്റ്റ് എങ്കിലും നടന്നു വന്നിന്ന് മുത്തൂട്ടിനെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. മുത്തൂട്ട ലൈറ്റ് കാണാൻ പോവാണോ? നല്ല രസമില്ലേ? റോഡ് വന്നു. അല്ല, അവിടെ ആദ്യം പോവാം. ഇവിടെ ഒരു വീട്ടിലുണ്ട്. ഹായ്, നല്ല വെള്ള റോസ്, നല്ല വെള്ള റോസ് നിൽക്കുന്നു. മുത്തൂട്ടൻ അതിൻ്റെ മുത്തൂട്ട അത് അവിടെയാണോ എന്ന് അമ്മയ്ക്ക് ഒരു സംശയം. ഓ, വാവ് ഉണ്ടായിട്ട് ഓടുന്നുണ്ടോ? ഗുഡ് ഗേളാട്ടോ. ഇതിന് മുന്നേ ഒന്ന് പാർക്കിൽ പോയപ്പോൾ ആൾ ചെറുതായിട്ടൊന്ന് വീണു, ചെറുതായിട്ടൊന്ന് കാല് പൊട്ടി. അപ്പം വാവ് ഉണ്ടെങ്കിൽ ലൈറ്റ് കാണാനുള്ളൊരു ആഗ്രഹത്തിന് ഞാൻ ഓടുവാന്നാണ് പറയുന്നത്. ചെല്ല്, അവിടെ വല്ലതും ഉണ്ടോന്ന് നോക്കാം. പയ്യെ പോ. ലൈറ്റ് കാണുവാണേ പറയണേ, ലൈറ്റ് കാണുവാണേ പറയണേ. എവിടെ മുത്തൂട്ട ലൈറ്റ്? അശോ, വഴി മാറിപ്പോയെന്ന് തോന്നുന്നു. ഇല്ലേ? തെന്നി വീട്ടില് വെള്ളം 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 വെള്ളം. ഇവിടെയാണോ ലൈറ്റ്? വാ, ഇത് വെള്ളം വീഴുന്നത്, വെള്ളത്തിൽ ചവിട്ടാൻ പോവാ. എന്താണ് മുത്തൂട്ട അവിടെ? മുത്തൂട്ടിനെ എടുത്ത് കാണിച്ചാലേ കാണാൻ പറ്റുള്ളൂ. റോഡിന്ന് ഇവിടെ ആരൊക്കെയോ കുറച്ച് പേര് വീട്ടിലെ അടിപൊളി ഡെക്കറേഷൻസ് ആണ്. ഇവിടെ സാന്റ ആണെങ്കില് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങോട്ട് വാ, ഇവിടെ ഒന്ന് നോക്കിക്കോ. എന്തൊക്കെയാ ഉള്ളതെന്ന് പറഞ്ഞേ മുത്തൂട്ട. ഇങ്ങോന്നേ മുത്തൂട്ട, എന്തൊക്കെയാ കാണുന്നതെന്ന് പറ. എന്നത്? ദൈവമേ, അത്രയും കാര്യങ്ങൾ അവിടെ ഇരുന്നിട്ട് അവിടെ ഒരു ഓസ്ട്രേലിയയുടെ പതാക ഇരുന്നതാണ് അവള് കണ്ടത്. മുത്തൂട്ട പതാകയാണ് മുത്തൂട്ട കണ്ടത്. ഇത് കാണുന്നില്ലേ? എന്താ അവിടെ? അവള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒന്ന് അടുത്ത് പോയി കാണണം എന്നൊക്കെ ഉണ്ട്. നമ്മളിപ്പോ വേറെ ആൾക്കാരുടെ വീടായോണ്ട് ഇവിടെ ഒരു സാന്റ, ഇത് വലിയ ഗിഫ്റ്റ് ബോക്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സാന്റയുടെ വണ്ടിയിൽ പോണുണ്ട്. നോർത്ത് പോൾ. സാന്റ അവിടെ ഇരുന്ന് ഇളകി ആടുക കേട്ടോ. അപ്പോ ഇത് സാന്റ മറിഞ്ഞു വീഴാൻ പോണു, സാന്റ മറിഞ്ഞു വീഴാൻ പോണു, സാന്റ മറിഞ്ഞു വീഴാൻ പോണു. സാന്റ അവിടെ ഇരുന്ന് ആടി കളിക്കുവാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കൊറേ ലൈറ്റ്സ് ഉണ്ട്. ഇവിടെ കൊറേ ആൾക്കാരിതേ. പിന്നെ അപ്പുറത്താണെങ്കിൽ ഇതാ നിൽക്കുന്ന എൽഫ് കൂട്ടങ്ങളൊക്കെയാണ്. ഒരു എൽഫുണ്ട്. പിന്നെ ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് ഫാദറും ഉണ്ട്. പിന്നെ ജിഞ്ചർ ബിസ്ക്കറ്റ് വെച്ചിട്ട് കാറ്റ് നിറച്ച് വെച്ചേക്കാണ്. ഇതാണ് ഇവിടെ ഒരു വീട്ടിൽ ചെയ്തേക്കുന്ന ഡെക്കറേഷൻസ്. ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. മുത്തൂട്ടിന് ഇതൊക്കെ കണ്ട് 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 അങ്ങോട്ട് പോയി. മുത്തൂട്ടിന് അടുത്ത വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഇവിടത്തെ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട്. അപ്പൊ നല്ലൊരു ക്രിസ്മസ് ഡെക്കറേഷൻ ആണ്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. നീ എവിടെയാ മുത്തൂട്ട് ലൈറ്റ് ഉള്ളേ? മുത്തൂട്ട് കഴിഞ്ഞ ലൈറ്റ് ഇഷ്ടപ്പെട്ടോ? മുത്തൂട്ട് കഴിഞ്ഞ ലൈറ്റ് ഇഷ്ടപ്പെട്ടോ? സ്ട്രീറ്റ് ലൈറ്റ് ആണോ? എവിടെ? ആ,
ഇവിടെ എല്ലാവർക്കും ലൈറ്റൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇവിടെ യൂഷ്വലി നിറയെ ലൈറ്റ്സ് ഉള്ളതാണല്ലോ. ആ തൊടല്ലേ. അതിൽ കേറിപ്പോണ്ട. യൂണിക്കോണിനെ ഒക്കെ അടുത്തോട്ട് പോണ്ട, നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഈ വീടല്ലേ ഒത്തിരി ഇഷ്ടപ്പെട്ടോ? വീടൊക്കെ ഫുള്ളായിട്ട് ലൈറ്റ് ഇട്ടേക്ക് കേട്ടോ. അതിൽ കയറരുത്, കയറരുത്. എന്താത് എന്താത്? അത് സ്നോമാന്. ആയിരിക്കുന്നത് സ്നോമാൻ. ആ കാണുന്നത് സ്നോമാൻ. അതിൻ്റെ ഇപ്പറേ ക്രിസ്മസ് ഫാദർ. ഓക്കെ, നല്ല രസമുണ്ടല്ലേ. ഞങ്ങളുടെ ചുറ്റുമുള്ള മിക്ക വീടുകളിലും ഇതുപോലെ ഡെക്കറേഷൻ ഒക്കെ ആയിട്ടോ, ലൈറ്റും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് അടിപൊളിയാണ്. ഇങ്ങനെ രാത്രി ആകുമ്പോൾ ഇറങ്ങി ഇങ്ങനെ നടന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പുറത്തെ ഡെക്കറേഷൻസിന് മിക്കവാറും ആൾക്കാർ ഇതുപോലെ ഇങ്ങനെ എയർ നിറയ്ക്കുന്ന പാവുകളാണ് വെച്ചത്. അപ്പൊ അത് നിറച്ചെടുത്ത് വെക്കാനും എളുപ്പമാണ്, കഴിഞ്ഞ് കഴിയുമ്പോൾ പാക്ക് ചെയ്ത് തിരിച്ചു വെക്കാനും എളുപ്പമാണല്ലോ, അതുകൊണ്ടായിരിക്കാം. ബാക്കി ലൈറ്റും ഒക്കെ അടിപൊളിയാണ്, നന്നായിട്ട് പാടുപെട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. വീടിന്റെ മുകളിലും ചുറ്റും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ കൊണ്ടൊന്നും ഇത്രയും പറ്റൂല, എന്നാലും നമുക്കൊരു ട്രീ ഒക്കെ സെറ്റ് ചെയ്യാണ്ട്, അതുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇവിടുത്തെ ലൈറ്റും സെറ്റപ്പും ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.